കോയമ്പത്തൂരിൽ അനിയത്തി ഉള്ളതുകൊണ്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും കോയമ്പത്തൂർ പോകും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കോയമ്പത്തൂരിലേക്കാണ് പോകുന്നത്. എൻ്റെ പൊന്നു മറയൂർ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നല്ല വെയിൽ, നല്ല ചൂട് തുടങ്ങി കേട്ടോ. നമ്മളെപ്പോൾ ലോങ് ട്രിപ്പ് പോയാലും ഏർലി മോർണിംഗ് ആയിട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഇന്ന് ഇച്ചിരി താമസിച്ച് ഉച്ചയായപ്പോൾ ഇറങ്ങിയതാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ചൂട്. പിന്നെ ലൂണയ്ക്ക് പറയേ വേണ്ട, അവൾക്ക് ചൂട് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കയറി കിടന്നപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയവളാണ്. പിന്നെ നമ്മൾ ചിന്നാർ എത്തിയപ്പോൾ ശരിക്കും പെട്ടു കേട്ടോ. നല്ല ബ്ലോക്ക്. നേരത്തെ ഈ റോഡ് ഇട്ടപ്പോൾ തന്നെ ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. റോഡിൻ്റെ അകലം കുറവാണെന്നും പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കും പെട്ടു. 1 മണിക്കൂറിനകം ഞങ്ങളിവിടെ ട്രാഫിക്കിൽ പെട്ടായിരുന്നു. പുറത്താണെങ്കിൽ ചുട്ടു പൊള്ളുന്ന വെയിലാണ്. കുഞ്ഞു കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടാണ് വന്നേക്കുന്നത്. എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി നിൽക്കാൻ തുടങ്ങി, വണ്ടികളൊന്നും അനങ്ങാതായപ്പം. പെട്ട കോയമ്പത്തൂർ പോകുന്നവർ ശ്രദ്ധിക്കുക, മാക്സിമം ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് ഇതിലൂടെ പോകാൻ നോക്കുക. കാരണം ഭയങ്കര ട്രാഫിക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ബസ്സുകൾ വന്നാൽ തന്നെ പെടും. അതുകൊണ്ട് മാക്സിമം ഏർലി മോർണിംഗ് എല്ലാവരും യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരുവിധം ട്രാഫിക്കൊക്കെ മാറി നമ്മൾ കോയമ്പത്തൂർ റീച്ച് ആകാൻ തുടങ്ങി. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. ബാക്കിയുള്ള വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.